ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മുൻപിൽ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. വീണ്ടും വചനത്തിന്റെ മുൻപിൽ ഒന്നിച്ചു കൂടുവാൻ അവസരം നൽകിയ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. ദൈവവചനത്താൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും മാറ്റപ്പെടുവാൻ ഈ വചന ശുശ്രൂഷയുടെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിനാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായി, ദൈവവചനത്താൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായി മാറുവാനായി നമുക്ക് ആഗ്രഹിക്കാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത്, അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് ദൈവത്തോടുള്ള അനുസരണത്തെ കുറിച്ചാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രകടമാക്കുന്നത് അവനോടുള്ള അനുസരണത്തിലൂടെയാണ്. ആരെല്ലാം ദൈവത്തെ അനുസരിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർ അവൻ അനുസരിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നവർ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുവാനായി നമുക്ക് കഴിയണം. ദൈവത്തിന്റെ വാക്കുകളോട് അനുസരണം പുലർത്തുവാൻ എന്ത് വില കൊടുക്കാനും, എന്ത് കഷ്ടം സഹിക്കാനും, എന്ത് ത്യാഗമെടുക്കാനും ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമുക്ക് കഴിയണം. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ഏറെ ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് നമുക്ക് നോ ലോഡ്, കർത്താവേ അതെനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, വചനം വായിക്കാൻ പറയുമ്പോൾ, ക്ഷമിക്കാൻ പറയുമ്പോൾ, സ്നേഹിക്കാൻ പറയുമ്പോൾ, കുദാശകൾ സ്വീകരിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുവാൻ പറയുമ്പോൾ, കർത്താവ് എന്ത് പറഞ്ഞാലും നോ ലോഡ്, അത് എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറയാൻ ഒരു ദൈവ പൈതലിനെ കഴിയുകയില്ല. അല്ലെങ്കിൽ ഡു ലോഡ്, കർത്താവിനെ അത് ചെയ്യേ, നീ അത് ചെയ്തേ പറ്റൂ. എനിക്കും നിങ്ങൾക്കും പറയാനുള്ള ഒരേ ഒരു വാക്കെന്ന് പറയുന്നത് യെസ് ലോഡ്, യെസ് ലോഡ്. കർത്താവ് എന്ത് പറഞ്ഞാലും അതിനോട് യെസ് പറയുന്നൊരവസ്ഥ. ഇപ്രകാരം ഒരു സ്നേഹത്തിലേക്കും ഇപ്രകാരം ഒരു അനുസരണത്തിലേക്കും നമ്മൾ കടന്നു വരുവാൻ കർത്താവ് ഏറെ ആഗ്രഹിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, എത്രമാത്രം ശരിയാന്ന് എനിക്കറിയില്ല, പട്ടാളത്തില് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പട്ടാളത്തിൽ ചെന്നവർക്കും പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർക്കും അത് റിട്ടയർഡ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. പട്ടാളത്തിന്റെ നിയമം എന്ന് പറയുന്നത് ആദ്യം ഒബേ, പിന്നെയാണ് ക്വസ്റ്റ്യൻ. ആദ്യം അനുസരണം, പിന്നീടാണ് ക്വസ്റ്റ്യൻ. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയല്ല. ക്രിസ്ത്യാനിറ്റിയിൽ, ക്രിസ്തീയതയിൽ ആദ്യം എന്താണ്? ക്വസ്റ്റ്യനാ. ഞാൻ ഈ ശുശ്രൂഷയോടെ നിർത്താൻ പോകാട്ടോ. ചില ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ അല്ല, ക്രിസ്ത്യാനിറ്റിയിൽ ആദ്യം അനുസരണം, രണ്ടാമതും അനുസരണം, മൂന്നാമതും അനുസരണം, നാലാമതും അനുസരണം, 10-ാമതും അനുസരണം, 100-ാമതും അനുസരണം. നോ ക്വസ്റ്റ്യൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓപ്ഷൻ ഇല്ലാത്ത ജീവിതമാണ്. നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കർത്താവ് എന്ത് പറഞ്ഞാലും യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. കർത്താവ് പറയുന്നത് അനുസരിക്കുക. അതാണ് യോഹന്നാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുക പറഞ്ഞാൽ അവൻ പറയുന്ന വാക്കുകളെ അനുസരിക്കുക എന്നതാണ് അർത്ഥം. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കുന്നത് അവനോടുള്ള ആരാധനയിൽ. നല്ല കാര്യം, ആരാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ അവനെ സ്തുതിക്കുന്നു, അവനോട് നന്ദി പറയുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഭാവങ്ങൾ തന്നെയാ. പക്ഷേ വചനം വളരെ വ്യക്തമായി പറയുന്നത് അനുസരണമാണ് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാവം എന്ന് പറയുന്നത്.
വെളിപാട് പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഫിലദൽഫിയ സഭയെ നോക്കി കർത്താവ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടുവാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, നീ എന്റെ വചനത്തെ അനുസരിച്ചു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആർക്കും പൂട്ടുവാൻ കഴിയാത്ത, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു വാതിൽ ഇതാ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് മുൻപിൽ ഇരുന്ന് നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കുക. എന്റെ കർത്താവ് എന്തു പറഞ്ഞാലും ഞാനത് അനുസരിക്കുമെന്ന് വ്യക്തിപരമായി, കുടുംബപരമായി, കൂട്ടായ്മപരമായി, ശുശ്രൂഷപരമായി ആരൊക്കെ തീരുമാനമെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ, പുതിയ വാതിലുകൾ ഈ സമയം തന്നെ കർത്താവ് തുറക്കും. നമ്മുടെ കർത്താവ് അതിന് ശക്തനാം മതിയായവനുമായ ദൈവമാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ അതാ ചെയ്തത്. ദൈവം പറഞ്ഞ വാക്കുകളോട് അവൾ പറഞ്ഞു യെസ് ലോർഡ്. അവൾ അവിടെ അനുസരണമുള്ളവളായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം അവളെ അത്യധികമായി ഉയർത്തുകയാണ്. ദൈവത്തിന്റെ അമ്മയായി ഇതാ മറിയത്തെ ദൈവം ഉയർത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ ആരൊക്കെ അനുസരിക്കുന്നുവോ അവർക്ക് ദൈവം നൽകുന്ന റിവാർഡിനെ കുറിച്ചാണ് നമ്മൾ തുറന്നു വരുന്ന സമയത്ത് ധ്യാനിക്കുവാനായി പോകുന്നത്. താൻ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലം എന്താണ്? ഒന്നാമത്, ദൈവത്തെ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു നിത്യരക്ഷയുടെ ഉറവിടമായി മാറുന്നു. നമുക്ക് വല്ലാതെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആരുടെ ജീവിതത്തിലാണ് യേശു നിത്യരക്ഷയുടെ ഉറവിടമാകുന്നത്? തന്നെ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ. ഹെബ്രായ പുസ്തകം 5-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനം പറയുകയാണ്, പരിപൂർണനാക്കപ്പെട്ടത് വഴി യേശു ക്രിസ്തു തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി മാറി. തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം യേശു നിത്യരക്ഷയുടെ ഉറവിടമായി. ആർക്കാണ് നിത്യജീവൻ? ദൈവത്തെ അനുസരിക്കുന്നവർക്ക്. ദൈവത്തെ അനുസരിക്കുന്നവരുടെ ജീവിതത്തിലാണ് യേശു നിത്യരക്ഷയുടെ ഉറവിടമായി മാറുന്നത്. നമ്മൾ നേർച്ച കാഴ്ചകൾ കൊടുത്തത് കൊണ്ടോ കുറച്ച് ജീവികാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടോ നല്ല കാര്യം, അതൊക്കെ വേണം. പക്ഷേ ദൈവത്തെ അനുസരിക്കുന്ന ഒരു സ്വഭാവം, കർത്താവിനെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു സമർപ്പണം എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും നിത്യരക്ഷയുടെ ഉറവിടമായി മാറുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, വചനം വളരെ കൃത്യമായി ആവശ്യപ്പെടുകയാ, നമ്മൾ ദൈവത്തോടുള്ള അനുസരണത്തിലാണ് വളരേണ്ടത്. താൻ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ ഉറവിടമായി യേശു മാറുന്നു. രണ്ടാമത് നമുക്ക് കാണുവാൻ പറ്റും, താൻ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന രണ്ടാമത്തെ പ്രതിഫലം, ദൈവവുമായി ഒരു സൗഹൃദത്തിലേക്ക് അവരെ ദൈവം നയിക്കുന്നു. ആരെല്ലാം കർത്താവിന്റെ വചനത്തെ അനുസരിക്കുന്നുവോ അവർ ക്രിസ്തുവിന്റെ സ്നേഹിതരാണ്. ഇത് യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. അപ്പൊ ആരാണ് കർത്താവിന്റെ സ്നേഹിതര്? യേശു ക്രിസ്തുവിന്റെ സ്നേഹിതർ ആരാണ്? അവൻ പറയുന്ന വാക്കുകളെ ആരനുസരിക്കുന്നുവോ അവരാണ് കർത്താവിന്റെ സ്നേഹിതന്മാര്. പ്രിയമുള്ളവരെ, ഈ ഒരു അനുസരണത്തിന്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണ ഈ നാളുകളില് ഇന്ന് ഒരുപാട് തലങ്ങളിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രത്യേകതയെ ഞാൻ വളരെ വേദനയോടുകൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇന്ന് നമുക്ക് ദൈവത്തിന് നന്മകൾ ആവശ്യമാണ്, ദൈവത്തിന് കൃപാവരങ്ങൾ ആവശ്യമാണ്, ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തോടുള്ള അനുസരണത്തിൽ വളരാൻ നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണോ? അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ വചനം അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ സ്നേഹിതരാണ്. വിശുദ്ധ ബൈബിൾ ഒരാളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാമിനെ കുറിച്ച് വചനം എന്താ പറയുന്നറിയോ? അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന. യാക്കോബിന്റെ ലേഖനത്തില് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. 2-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ നിറവേറി.
അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ ദാസൻ എന്നോ ദൈവത്തിന്റെ ഭക്തൻ എന്നോ ഒന്നല്ല അവിടെ പറയുന്നത്. ദൈവം അബ്രഹാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സ്നേഹിതൻ, ദൈവത്തിന്റെ ഫ്രണ്ട്, ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച വലിയവനായ ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് അവന്റെ സ്നേഹിതനായി മാറുക എന്നതിലുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക് കിട്ടാനുണ്ടോ? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. എന്തുകൊണ്ടാ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. 22-ാം അധ്യായം അവിടെ 18-ാം തിരുവചനത്തിൽ ദൈവം തന്നെ അബ്രഹാമിനെ നോക്കി പറയുന്നൊരു കാര്യമാണ്. എന്താണ് ദൈവം പറയുന്നത്? അബ്രഹാമേ, നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് ദൈവം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. ദൈവത്തോടുള്ള അനുസരണമായിരുന്നു അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതനാക്കി മാറ്റിയത്. നമുക്ക് പിന്നീട് കാണുവാൻ പറ്റും, സോദോം ഗോമോറയുടെ മേൽ ന്യായവിധി വരുന്ന സമയത്ത് ദൈവം അബ്രഹാമുമായി ആലോചന ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത് അബ്രഹാമേ? ഇത് ദൈവം തന്റെ സൗഹൃദം, തന്റെ ആലോചനകൾ അബ്രഹാമിനെ അറിയിക്കുകയാ. ആരൊക്കെ ദൈവത്തെ അനുസരിക്കുന്നുവോ അവർക്കെല്ലാം ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുവാൻ, ദൈവത്തിന്റെ ആലോചനകൾ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ഹൃദയ തുടിപ്പുകൾ തിരിച്ചറിയുവാൻ സാധ്യമാണ്. രണ്ടാമത്തെ പ്രതിഫലം, താൻ അനുസരിക്കുന്നവർക്ക് ദൈവം തന്റെ സൗഹൃദത്തിലേക്കുള്ള വിളി നൽകുന്നു. മൂന്നാമത് ദൈവം നൽകുന്ന പ്രതിഫലമാണ് സംരക്ഷണം. സകല ശത്രുക്കളിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സംരക്ഷണം ആവശ്യമില്ലാത്തവരായി ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സുരക്ഷിതത്വം, സംരക്ഷണം. നമ്മുടെ കുടുംബം സംരക്ഷിക്കപ്പെടണം, നമ്മുടെ മക്കൾ സംരക്ഷിക്കപ്പെടണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വസ്തുവകകളെല്ലാം സംരക്ഷിക്കപ്പെടണം. അതെ, സംരക്ഷണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഗവൺമെന്റുകളും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് സംരക്ഷണം, ഭദ്രത, സുരക്ഷിതത്വം. എന്നാൽ ദൈവം പ്രോമിസ് ചെയ്യുകയാണ്, താൻ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തം എന്താണ്? സകല ശത്രുക്കളിൽ നിന്നും ദൈവം അവരെ സംരക്ഷിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായി ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 22-ാം തിരുവചനം, അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയായിരിക്കും എന്ന് പറഞ്ഞ ദൈവമാരുടെ ശത്രുക്കളായി മാറല്ല. ആ വചനത്തിന്റെ അർത്ഥം സകല മേഖലകളിലും ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, സകല തലങ്ങളിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. ശത്രുവായ പിശാചിനോ മാനുഷിക ശക്തികൾക്കോ ഒരു തിന്മയുടെ ആധിപത്യത്തിനോ ഒരു അന്ധകാര വ്യാപാരങ്ങൾക്കോ നമ്മെ തൊടുവാൻ പറ്റുകയില്ല, നമ്മെ തകർക്കുവാൻ പറ്റുകയില്ല. ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല, നിനക്കെതിരെ വിധി പറയുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിച്ചു കളയും. കർത്താവിനെ അനുസരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കരമുണ്ട്. കർത്താവിനെ അനുസരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ സംരക്ഷണമുണ്ട്. അവരെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ഒരു ശക്തികൾക്കും ഒരു തിന്മയ്ക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും സാധ്യമല്ല എന്ന് ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് വാഗ്ദത്തം നൽകുകയാണ്. നാലാമത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രതിഫലമാണ് ദൈവം തന്നെ അനുസരിക്കുന്നവർക്കായി നൽകുന്ന പ്രതിഫലം. ആരോഗ്യവും സൗഖ്യവും ദൈവം പ്രദാനം ചെയ്യുന്നു. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ദൈവം തന്റെ ജനവുമായ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്, അവിടുന്ന് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വന്ന മഹാമാരികളൊന്നും നിന്റെ മേൽ വരികയില്ല. ദൈവം നമുക്ക് ആരോഗ്യം നൽകുകയാണ്.
നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ കർത്താവ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് 25-ാം തിരുവചനത്തിൽ പറയുന്നത്, നിന്റെ ആയുസ്സോളം നിനക്ക് ആരോഗ്യവും നിന്റെ ആയുസ്സോളം നിനക്ക് ശക്തിയും. 25 വയസ്സ് വരെയല്ല, 40 വയസ്സ് വരെയല്ല, 55 വയസ്സ് വരെയല്ല. വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ആയുസ്സോളം നിനക്ക് ആരോഗ്യവും. നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ ദൈവം വളരെ ശ്രദ്ധാലുവാ. കാരണം നമ്മൾ അവന്റെ മക്കളാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവൻ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. ആരോഗ്യം മാത്രമല്ല, സൗഖ്യം പ്രദാനം ചെയ്യുന്നു. വീണ്ടും പുറപ്പാട് 15:26 അവസാനത്തിൽ കാണാൻ പറ്റും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവിടെയാണ് ദൈവം ആദ്യമായി വിശുദ്ധ വചനത്തിൽ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ദൈവം സൗഖ്യമാക്കുന്നവനാണെന്നുള്ള ആ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്നത്. ജഹോവ റാഫ, ദ ലോർഡ് ദാറ്റ് ഹീൽസ്, സൗഖ്യമാക്കുന്ന ദൈവം. വചനം പറയാണ്, നീ എന്റെ വചനം അനുസരിച്ചാൽ, നീ എന്നോടുള്ള അനുസരണത്തിൽ വളർന്നാൽ, ഞാൻ നിനക്ക് ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യും. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന സഭാ സമൂഹങ്ങളിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗികളായിരിക്കുന്ന അവസ്ഥ, വിട്ടുമാറാത്ത രോഗങ്ങള്, വർഷങ്ങളായി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ വേദനിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഈ സമയം ഈ വചനത്തിന്റെ യോഗ്യത നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന അത്ഭുതത്തിന്റെ കരം അവൻ നിങ്ങളുടെ മേൽ നീട്ടിയിരിക്കുകയാ. യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ എല്ലാ രോഗശക്തികളും കത്തിച്ചാമ്പലാകുവാൻ, രോഗത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടുവാൻ, രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുവാൻ, ഓ പൊന്നുപിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം അനേകം രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ആരോഗ്യവും സൗഖ്യവും ദൈവം താൻ അനുസരിക്കുന്നവർക്ക് പ്രദാനം ചെയ്യുന്നു. ഞാൻ ഓർക്കും, ഒരു ദിവസം തൃശ്ശൂരുള്ള കുറുപ്പം റോട്ടിലൂടെ തൃശ്ശൂരിലെ KSRTC സ്റ്റാൻഡിലേക്ക് ഞാൻ നടന്നു പോവുകയാണ്. ഈ നടന്നു പോണ സമയത്ത് പെട്ടെന്ന് കർത്താവിന്റെ ഗ്ലോറി, കർത്താവിന്റെ മഹത്വം എന്റെ മേൽ വ്യാപരിക്കുന്നൊരു അനുഭവം ഉണ്ടായി. എപ്പോഴൊക്കെയോ സ്പെഷ്യലായി, പ്രത്യേകമായി കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ കർത്താവ് എന്നെ നടത്തുന്നൊരു വിധം ഇതാണ്, എന്തോ പ്രത്യേകമായി കർത്താവിനെ പറയാനുണ്ട്. ഈ സമയം ഈ ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചപ്പോൾ കർത്താവിനെ സ്തുതിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് എന്റെ ആത്മാവിൽ വളരെ വ്യക്തമായി ഞാൻ കേൾക്കുകയാണ്. പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ വ്യക്തമായ സ്വരം കേൾക്കുകയാണ്. എന്നോടുള്ള അനുസരണത്തിൽ നീ വളരുമ്പോഴാണ് നിനക്ക് യഥാർത്ഥത്തിലുള്ള വളർച്ചയുണ്ടാകുന്നത്. കർത്താവിനോടുള്ള അനുസരണത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, സഭാ സമൂഹങ്ങൾ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങൾ എല്ലാം വളരുമ്പോഴാണ് അതിൽ യഥാർത്ഥ വളർച്ചയുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഈ സ്വരം കേട്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ കർത്താവ് പകരുന്ന അഭിഷേകത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളിൽ കർത്താവ് എന്തു പറഞ്ഞാലും അതിനെ അനുസരിക്കുവാനുള്ള സമർപ്പണത്തോടെ അപ്രകാരം ഒരു തീരുമാനം നമ്മുടെ മേൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഫിലദൽഫിയ സഭയെ പോലെ എവിടെയും എപ്പോഴും ദൈവവചനത്തെ കാക്കുന്നവരായി, വചനത്തെ അനുസരിക്കുന്നവരായി നമുക്ക് മാറാം. വിശുദ്ധിയിൽ മഹത്വപൂർണനായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടുത്തെ അനന്തമായ നന്മകളാൽ ഈ സമയം ഞങ്ങളെ കൂടുതൽ സമ്പന്നമാക്കണമേ.
ഈ ആരാധന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സകല ജീവിതങ്ങളിലേക്കും കർത്താവെ അവിടുത്തെ അത്ഭുതത്തിന്റെ അഭിഷിക്ത കരങ്ങൾ അങ്ങ് നീട്ടുമാറാകണമേ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സാന്നിധ്യത്തെ കൂടുതലായി അനുഭവിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ഈ ആരാധനയിൽ നമുക്ക് പങ്കുകൊള്ളാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മൾ ഇന്ന് പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് ദൈവത്തോടുള്ള അനുസരണത്തിൽ വളരേണ്ടതെന്ന്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കുക എന്നാണ് അർത്ഥം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങൾ അനുസരണത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് മുമ്പിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ അഭിഷേകം ഇറങ്ങുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തെ മുഴുവനായി കർത്താവിന്റെ മുൻപിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അല്പം വില കൊടുത്ത് ത്യാഗത്തോടെ സാധിക്കുന്നവരെ ആരാധന നിമിഷങ്ങൾ മുട്ടുകുത്തി കരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് യാചനാപുറം നീട്ടിപ്പിടിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. അനുസരണത്തിന്റെ അഭിഷേകം എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തലങ്ങളിലും വെളിപ്പെടുവാനായി നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനുസരണക്കേടിന്റെ എല്ലാ അടിമത്ത കെട്ടുകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായും വിടുവിച്ച് അനുസരണത്തിന്റെ മക്കളായി മാറുവാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങൾ അതിനായി ഒരുക്കണമേ. തലമുറകൾ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അബ്രഹാമിനെ പോലെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അവനുമായിട്ടുള്ള സൗഹൃദത്തിൽ ആഴപ്പെടുവാൻ വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തിന്റെ സൗഹൃദം അവിടുത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടികൾ, ആലോചനകൾ അവരെ അറിയിക്കും. ഈ നാളുകളിൽ കർത്താവിന്റെ ആലോചനകള്, കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകള്, കർത്താവിന്റെ ചിന്തകള് ഗ്രഹിക്കുന്നവരായി, തിരിച്ചറിയുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. അന്ധകാര വ്യാപാര ശക്തികളും എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും എല്ലാം ഒരു അനുഗ്രഹമായി, അഭിഷേകമായി ഞങ്ങളുടെ ജീവിതം ഉയർത്തണമേ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.